ഒന്നുകിൽ ഡോങ്കി അടിച്ച വെക്കൊന്നും പോകും. ഒന്നുകിൽ അവൻ്റെ പുറത്ത് കയറി നടിക്കണം. അതെനിക്കിഷ്ടം. മുഖത്തോട് മുഖം നോക്കിയിട്ടല്ല, തിരിഞ്ഞു കിടന്നടിക്കണം. അതെനിക്കിഷ്ടമാണ്. അയ്യോ അമ്മേ, എന്ത് ചെയ്യും? വെയിറ്റ്. 3 പേർ കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ആഹാ, നോ, ഇല്ല. ലെസ്ബിയൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ലെസ്ബിയൻ ഇഷ്ടം മേബിളുമായിട്ടാ. മേബിളുവിനെയാണ് ലെസ്ബിയൻ ഇഷ്ടം. മേബിളുവിനെയും ഹണീനെയും ബട്ടൂരിനെയും ഒക്കെയാണ് ഇഷ്ടം. ലെസ്ബിയൻ ശരിക്കും ഇഷ്ടമാണോ? എന്ത്? എനിക്ക് ഡോങ്കിയാണ് ഇഷ്ടം. എന്ത് ചോദ്യമാണ് ഇത്? എനിക്ക് ഡോങ്കിയാ ഇഷ്ടം. ഡോങ്കി പൊളിക്കും. ഇല്ല, ഇതുവരെ ഇട്ടില്ല. ചേച്ചി പേയ്മെന്റ് ക്രെഡിറ്റ് ആകുന്നില്ല. സാറില്ല, എന്നാ വേണ്ട. എനിക്കും ഡോങ്കി ഇഷ്ടം. എനിക്ക് ഡോങ്കി ഇഷ്ടം. സാരില്ല മോളെ, കരയണ്ട. എൻ്റെ അയ്യോ എൻ്റെ മോളുടെ കണ്ണിന്ന് വെള്ളം വരുന്നു. ബിജി ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. ആമാശയത്തിൽ മുട്ടണം. ഇച്ചിരി വേദന എടുക്കണം. നല്ല പൊടി. അതും ചെറുതിൽ വലുത് കയറുമ്പോഴുള്ള ഫീലൊന്ന് ആലോചിച്ച് നോക്കിയേ. അതയ്യോ എൻ്റെ മുത്തേ, അമ്മേ പതുക്കെ. അങ്ങനെ പറയാം. അല്ലേ ഭാര്യ? അല്ലേ കുറുകണി? അതാണ്. ഹായ്. അല്ലേ ചെറുതിൽ വലുത് കയറണം. അല്ലെങ്കിൽ വലുത് കയറിയാലും ലൂസാകുമ്പോൾ ടൈറ്റ് അടിക്കണം, എന്നാലേ സുഖം കിട്ടും. കത്തുകളുടെ പോലെ നമ്മൾ അയ്യോ പതുക്കെ നമ്മീ മയില് നമ്മളിങ്ങനെ പറയണം. നമ്മീ പണ്ടാറും എന്ന് പറയണം. അങ്ങനെ പറയണം, എന്നാലേ സുഖം കിട്ടും. ബിഗ് മിൽക്ക്. Now you are in Dubai? Yes. ചൂടാളം വീഴുമോ? എന്തിനാ? അരുൺ, താങ്ക് യു അരുണ്. ഭാര്യ ബിജു സിംഗത്തിന്റെ മടയിൽ 2 കയറുമ്പോൾ എങ്ങനെയുണ്ടോ? എനിക്കറിയില്ല. എന്തായാലും എൻ്റെ വലിയ മടയൊന്നുമല്ല. ബാക്ക് ഹോളിൽ ആണോ? അപ്പോ ചിന്നുകുട്ടിയേ, നിന്റേത് വലിയ മഴയാ. എന്റെയോ? എൻ്റെ വലുതോ? എൻ്റെ കണ്ട നീ ഞെട്ടും. തീരെ ചെറുതാടാ. കേറോന്ന് തന്നെ ഡൗട്ടാ. ഉള്ളത് ഞാൻ പറയണം, ഞാൻ നാളെ പറയുന്നില്ല. ചെറുതാണ്. ചിന്നൂസേ, അറിയുന്നവർക്കറിയാം. ആനക്കറിയില്ലല്ലോ ആനയുടെ തടി. അങ്ങനെയാണ്. ഓഹോ, ആയിക്കോട്ടെ. വലിയ മുല്ലയാണ്. മുല വലുതാ, സാധനം ചെറുതാണ്. അത് കറക്റ്റ്. ബട്ടു എവിടെ? ബട്ടു ഞാൻ പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയക്കും. കപ്പിയെന്ന് ഓക്കെ, ഒന്ന് പറയണട്ടാ ആളോട്. തിരിച്ചു ചാട്ടാ. ഞാൻ റേസിക്കടെ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഞാൻ പേഴ്സണലി പറയാം. സീരിയസ് ആയിട്ടാ എനിക്ക് ഒരാളോട് ഭയങ്കര ഇഷ്ടം. നീ തന്നെ പറയണ ആളോട്. സീരിയസ്ലി ഇത്ര നാളില്ലായിരുന്നു എനിക്ക് അവിടെ ഒരു ക്രഷ്. ആളെ മനസ്സിലായ? ജമ്മുവിനോട്. അത് പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ പറയാം, PMI പറയാം എന്താന്ന്. ഞാനിപ്പോൾ റൈസ് പറഞ്ഞു. സത്യം അവനാണ് നിനക്ക് പറ്റുള്ളൂ, അവൻ പാവാന്ന്. എനിക്ക് അങ്ങനെ ആരോട് തോന്നണം. കാരണം ഇവിടെ ഉള്ളവരൊക്കെ വേറൊരു ലെവലാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ജമ്മുവിനോട് മാത്രം. ഞാൻ പറയാം പേഴ്സണലി. പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം നോക്കിയാൽ അതും എനിക്കും അറിയാം. പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ.
എന്നാലും നീ ആളോട് സംസാരിക്കണം കേട്ടാ. ഞാൻ പറയാം ഓക്കെ, എനിക്ക് വേണ്ടിയിട്ട് പട്ടു തന്നെ സംസാരിക്കണം. പക്ഷെ ടെൻഷൻ അന്വിട്ട് പോകുന്നു. ഓക്കെ, ഞാൻ പറയാം. PM ഞാൻ മെസ്സേജ് അയക്കാം. പട്ടു വന്നാൽ മനസ്സിലാവും എനിക്ക്. എനിക്ക് വേറെ ആരും ഇപ്പം ഈ മൂന്ന് ദിവസമായിട്ട് അങ്ങനെയാണ്. എവിടെയോ ഒരു ചെറിയൊരു സ്പാർക്ക് പറ്റിക്കണം എനിക്ക് ജമ്മുവിൻ്റെ കാര്യത്തിൽ. ആടപ്പോ സത്യം എന്നെ ഇവിടെ കൈതട്ടി പറയാം സീരിയസ്ലി. അല്ലാതെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അവന് മാത്രമേ എന്നെ സ്നേഹിക്കാൻ കഴിയൂ. അത് ഞാൻ മനസ്സിലാക്കി. അല്ല പട്ടോ, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണത്. ചിന്നുകുട്ടി അരുൺ താങ്ക് യു. ഞാൻ പറ കറക്റ്റല്ലേ? അയച്ചിരുന്നോ മതി, ക്ലാസ് കഴിഞ്ഞ് വന്ന് നോക്കുക. അതെ, അത്രേ ഉള്ളൂ. പട്ടുവിന് അറിയാലോ, എന്നോട് റൈസിക്കാൻ പറഞ്ഞു. അത് കറക്റ്റാണ്. ഞാൻ റൈസ് കോഡ് ഇപ്പോൾ വാട്സപ്പിൽ ഞാൻ പറഞ്ഞു, വിളിച്ചപ്പോഴും കോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. വേറെ ആർക്കും നമ്മളെ വലിയ ഇഷ്ടമൊന്നുമില്ല. ബട്ടർ ആണോ ഇഷ്ടം? കൂടുതൽ ബേക്കിലാണോ മുന്നിലാണോ ഇഷ്ടം? അത് മുന്നിലിഷ്ടം. ഞാൻ പറഞ്ഞു എനിക്ക് ഡോങ്കി സ്റ്റൈലാണ് ഇഷ്ടമൊന്നും. ഇപ്പൊ ജമ്മുവിന് ഇവിടെ കാണാത്ത ഷെയർ ചെയ്തേ. ജമ്മു പുറത്തുനിന്ന് വായിച്ചുണ്ട് മോളെ. അവനക്ക് മനസ്സിലാക്കണം. അവൻ ഇന്ന് ലൈവിന് വരിക്കാട്ടാ. ഇപ്പൊ ഷെയർ ചെയ്തേ, ഷെയർ ചെയ്ത്. ഷെയർ ചെയ്തു. അപ്പു ഷെയർ ചെയ്തു. അവന് പുറത്തുനിന്ന് കുറച്ച് മുന്നേ ഇവിടെ നേരെ കളിയാക്കിയിട്ട് പോയതാ. ഇനി ഇന്ന് വരില്ല. അവൻ കേട്ടിക്കണ് ലൈവിൽ ഇരുന്ന്, ബാക്കിൽ ഇരുന്ന് ഫുള്ളും കേട്ടിക്കണ്. അതിനൊന്നും വരില്ല. ഇന്ന് ദിവസം ഇവിടെ പൊന്തില്ല. നമ്മുടെ അപ്പൂസൊക്കെ എന്ത് ചെയ്യേ? അപ്പൂസിന്റെ DP വേണ്ട ബട്ടോ, പേര് പറ്റില്ല. അപ്പൂസിന്റെ DP വേണ്ട. അടിപൊളി, നല്ല രസമുണ്ട്. ഇന്നലെ എന്തൊരു വ്യവസായിരുന്നില്ലേ? അല്ല പട്ടു പിന്നെയും ചേഞ്ച് ആക്കിയോ? അവനക്ക് പാവം, അവനക്ക് വട്ട്. ഇവിടെ ഉണ്ടായിരുന്നു ചെറുക്കൻ അപ്പൂസ്. നൈറ്റ് സൂപ്പർ ആയിരുന്നു. അടിപൊളിയല്ലായിരുന്നോ? നൈറ്റ് രസം ഉണ്ടായിരുന്നല്ലേ? ഇത്ര ഇതിൽ ഇവിടെ ഉണ്ടായിരുന്നു കേക്ക് പൊട്ടു. ഞാൻ ഒരു 11 മണിയായപ്പോൾ ലൈവ് ഇട്ടു. അപ്പോൾ 11 മണിക്ക് ലൈവ് ഇട്ടിട്ട് 300 നിർദ്ദേശം നമ്മുടെ റീത്തുക്കുട്ടി ഉണ്ടായിരുന്നു. റൈസൊക്കെ പുറത്തുനിന്ന് വായിച്ചു. ഇവിടെ ഒരു മലയാളീസും ഇല്ല. ഞാനിങ്ങനെ ഇരിക്കുന്ന 300-400 പേര് ലൈവില്. എന്നിട്ട് ഞാനിങ്ങനെ പാട്ടുണ്ടെങ്കിപ്പോ അതിൻ്റെ ഇടയിൽ ജമ്മു വന്നൊരു കോണത്തിലെ ചിരി ഇങ്ങനെ. ഞാൻ നല്ല ഏതെങ്കിലും പാട്ട് കേട്ട് റൊമാൻസിക്കുമ്പോൾ വേട്ടാവളെ വന്ന് ചിരിക്കണ ചിന്നോട് എന്നെ കളിയാക്കിയിട്ട് പട്ടു. എനിക്ക് തോന്നി എന്നെ കളിയാക്കിയതാണെന്ന്. ഞാൻ ഏതെങ്കിലും വൈശാലിയുടെ പാട്ടോ കേലേ പ്രണയസവും കിടക്കുമ്പോൾ അപ്പ വന്നിട്ട് അടിയിൽ വന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കളിയാക്കുന്ന പോലെ. ഇങ്ങോട്ട് വരട്ടെ എന്നാവൻ. പുറത്തുനിന്ന് വായിച്ച് ചെയ്തോണ്ടിരിക്കുക. ഇന്ന് കയറി വന്നേക്കാ വൃത്തികെട്ടവൻ. ഇങ്ങോട്ട് വരട്ടെ എന്ന് കളിയാക്കിട്ട് പോയി. എന്നാ പറയണ്ടേ? ജമ്മുവിനോട് നമുക്ക് പറയിപ്പിക്കണം. ബട്ടർ ഞാൻ ഇനി ഈ കളം വരണമെങ്കിൽ ഞാൻ ജമ്മുവിനെ കൊണ്ടേ ഞാൻ കളം വിടും. ഉറപ്പിച്ചോ? ഇതെൻ്റെ വാശിയാണ്. ഇത്ര നാളേക്ക് വാശിയില്ലായിരുന്നു. ഇനി ഭയങ്കര വാശിയാണ്. നൗഷാദിനെ കിട്ടാൻ ഞാൻ ശ്രമിച്ചു, അത് ഞാൻ കിട്ടുകയും ചെയ്തു. ഇനി ജമ്മുവിൽ ഒരു വാശിയാണ്. ഓക്കെ കേട്ടോ? കേട്ടോ പറ്റൂ? ഓക്കെ, ഇനി അത് കിട്ടേണ്ട അടങ്ങില്ല. ജമ്മുവിനെ കൊണ്ട് ഞാൻ ഈ കളം ടിക്ടോക്ക്. അപ്പോ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു പാർട്ടി ഉണ്ട്.